മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മലയിറങ്ങി പാമ്പാടും ചോല നാഷണൽ പാർക്കിലൂടെ വട്ടവടയിലെ കോവിലൂരിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ കോവിലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ടൗണിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾക്കധികം കണ്ടു പരിചയമില്ലാത്ത കൃഷിരീതികൾ അവലംബിക്കുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ദൃശ്യം ലഭിക്കുകയായി. ഉത്തരാഖണ്ഡിലോ മറ്റോ ഉള്ള ഒരു കാർഷിക ഗ്രാമത്തിൽ ചെന്നെത്തിയതുപോലെ തോന്നും. നമുക്കാദ്യം കോവിലൂർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ബസ് സ്റ്റാൻഡാണ് ഈ കടന്നു പോകുന്നത്. ഇടുക്കി ജില്ലയിലെ വട്ടവട പഞ്ചായത്തിൽ മൂന്നാറിൽ നിന്ന് ഏകദേശം 43 കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടിനോട് ചേർന്നു കിടക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമമാണ് കോവിലൂർ. അധികം പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ടൗൺ. വീതി കുറഞ്ഞ റോഡുകളും ഇടുങ്ങിയ തെരുവുകളുമൊക്കെയാണ്. സഞ്ചാരികളെ കാത്തുകിടക്കുന്ന ചുള്ളന്മാരായ ജീപ്പുകൾ. ടൗൺ ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ട ശേഷം നമ്മൾ തിരികെ വട്ടവടയിലെ കൃഷിസ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. ഇതിലെ താഴേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനു മുമ്പ് ഊണ് കഴിക്കണം. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു നാടൻ ഹോട്ടൽ കണ്ടിരുന്നു. ഇവിടെ ഈ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ താഴെയായി വട്ടവടയിലെ പ്രശസ്തമായ കൃഷിരീതിയുടെ ഒരു ഡിസൈൻ നമുക്ക് ലഭ്യമാകും. അങ്ങനെ ഇവിടുത്തെ ഗ്രാമീണ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ അറിഞ്ഞ് നമ്മൾ തിരികെ വട്ടവടയിലേക്ക് പോവുകയാണ്. ദൂരെ ആ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്ന കൃഷിസ്ഥലങ്ങളിലേക്കാണ് നാം പോകുന്നത്. റോഡ് നല്ല ഇറക്കമാണ്. ഈ പോകുന്ന വഴിയുടെ ഇരുഭാഗത്തും സഞ്ചാരികളെ ഉദ്ദേശിച്ചുള്ള ഫാം ടൂറിസം സംവിധാനങ്ങളൊക്കെ ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥ കൃഷിക്കാരുടെ കൃഷിസ്ഥലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിനടുത്ത പ്രദേശമാണ് കൊട്ടക്കമ്പൂർ. അതിനുമപ്പുറം മൂന്നാർ റിസർവ് ഫോറസ്റ്റ് ആണ്. നമ്മളിപ്പോൾ വട്ടവടയിലെ ഒരു മനോഹരമായ കാർഷിക ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കുന്നിൻ ചെരുവുകളിലെ അതിവിദഗ്ധമായ ഈ കൃഷിരീതിയെപ്പറ്റി ഇവിടുത്തെ കർഷകനായ ശ്രീ സെൽവം വിശദീകരിക്കുന്നു. സാറേ, ഇവിടെ പണ്ട് തൊട്ട് ഇത് മൊത്തം പണ്ടത്തെ ആൾക്കാരെ കണ്ടമായിട്ട് തട്ടിത്തെറിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം നെല്ല് കൃഷി, ചൂചിക്കോമ്പ്, മറ്റേ വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, പണ്ടത്തെ ഉറവില്ലാതെ മരുന്നില്ലാതെ കൃഷിയായിരുന്നു. ആരോഗ്യമോ ആൾക്കാർക്ക് ഒരു സംഭവം ഇവിടെ ഉണ്ടായില്ല. ഇപ്പം വിഷമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നെല്ല് കൃഷിയൊക്കെ മാറ്റി ഇപ്പോൾ വേറെ കൃഷികളാക്കി. വെള്ളം കുറേ ആയതുകൊണ്ട് നെല്ല് കൃഷി നിർത്തി. ഇപ്പോൾ 3 മാസം കൃഷിയാണ്. ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഗ്രീൻ ബീൻസ് ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതും ജൈവവളം തന്നെ. വേറെ ഏതും വിഷപ്പൊരുളുകൾ കുറവാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ നല്ല ഒരു സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. ஆனால் വില കിട്ടുന്നില്ല. വില വളരെ മോശം കൃഷിക്കാർക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ നമുക്ക് ഈ കൃഷിക്കാർക്ക് വട്ടവടയില്ല ആൾക്കാർക്ക്. ഇത് വെളുത്തുള്ളി കൃഷിയാണ്. നമ്മൾ ദൂരെ നിന്ന് കണ്ടതുപോലെ തട്ടുകളായി തിരിച്ചുള്ള കൃഷിരീതി. സ്ട്രോബെറി ഇതുപോലെ മൾച്ചിങ് മെത്തേഡിലാണ് കൃഷി ചെയ്യുന്നത്. വട്ടവടയിലെ മുരുകൻ ചേട്ടന്റെ തോട്ടമാണിത്. ഇത് ഗ്രീൻ ബീൻസ് ആണ്, അതായത് നമ്മുടെ ഗ്രീൻ പീസ്. ഇതിൻ്റെ ഈ പയറുകൾ പൊളിച്ച് പയർമണികൾ ഉണക്കിയെടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഗ്രീൻ പീസ്. ഈ മണികൾ പച്ചയ്ക്കും കറി വയ്ക്കാം.
ഇത് വെറുതെ പറിച്ചെടുത്ത് തിന്നാനും നല്ല രുചിയാണ്. ഇവിടെ ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഗ്രീൻ ബീൻസ് ആണ്. ക്യാരറ്റ് തോട്ടമാണിത്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു കിഴങ്ങാണ് ക്യാരറ്റ്. ഇത് പറിച്ച് കഴുകി കുട്ടപ്പനാക്കി യാത്രക്കാർക്ക് വെറുതെ കടിച്ചു തിന്നാൻ പാകത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് യാത്രയിലുടനീളം കണ്ടിരുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഒരു നീലക്കുറിഞ്ഞിയാണിത്. ഇവിടെ ഒരു വീട്ടിൽ ചെടിയായി വളർത്തുന്നതാണ്. ഇനിയും 4 വർഷം കൂടി വേണം ഇത് പൂവിടാൻ. ഇവിടെ പുതിയ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. സൂര്യകാന്തി ചെടികളാണ് പൂവുമായി നിന്ന് ചിരിക്കുന്നത്. ഇതൊരു അവക്കാഡോ മരമാണ്. ദൂരെ കാണുന്ന ആ തട്ടുകളായി തിരിച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെയുള്ള കൃഷിസ്ഥലങ്ങളാണ്. മിക്കവാറും എല്ലാ മലഞ്ചെരിവുകളും ഈ ഒരു ഡിസൈനിലാണ്. ഈ മലകളുടെ എല്ലാം മുകളിൽ ജലസ്രോതസ്സുകളുണ്ട്. അവയിൽ നിന്ന് തോടുകൾ, പൈപ്പുകൾ, ചാലുകൾ ഒക്കെ വഴിയായി വെള്ളം ഈ കൃഷിത്തട്ടുകളിൽ എത്തിക്കുന്നു. ലഭ്യമായ വെള്ളം വളരെ വിദഗ്ധമായി ഉപയോഗിച്ചുള്ള കൃഷി സമ്പ്രദായമാണ്. വട്ടവടയിലൂടെ ഒന്ന് ചുറ്റി നമ്മൾ മറ്റൊരു കൃഷിസ്ഥലത്തേക്ക് പോവുകയാണ്. പൊതുവെ ഒരു തമിഴ്നാടൻ ഗ്രാമീണതയാണ് ഇവിടെ. തമിഴോ തമിഴ് കലർന്ന മലയാളമോ ആണ് ഇവിടെ അധികം പേരും സംസാരിക്കുന്നത്. നമ്മൾ പോയ കൃഷിസ്ഥലങ്ങളിലെല്ലാം വളരെ സന്തോഷത്തോടെയാണവർ നമ്മളെ സ്വീകരിച്ചത്. പൂപ്പാറ നിന്ന് ഒരു റൈഡ് വന്നതാണെന്നറിഞ്ഞ് മുൻപ് നമ്മൾ ആ സൂര്യകാന്തി ചെടി കണ്ട വീട്ടിലെ ചങ്ങാതി നമ്മൾക്ക് ഉച്ചഭക്ഷണവുമായി എത്തി. പരിചയപ്പെട്ട കൃഷിക്കാരെല്ലാം തന്നെ അവരുടെ തോട്ടങ്ങൾ കൊണ്ടുപോയി കാണിക്കാൻ വളരെയേറെ താല്പര്യമെടുത്തു. ഒരിടത്തുനിന്നും യാതൊരു ദുരനുഭവങ്ങളും വട്ടവടയിലെ മനുഷ്യരിൽ നിന്ന് നമുക്കുണ്ടായിട്ടില്ല. സ്നേഹവും സഹകരണവുമുള്ള മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. സാധ്യമായ അത്രയും ജൈവകൃഷി ചെയ്യുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഈ സുന്ദരമായ നാടും സുഖകരമായ കാലാവസ്ഥയും ഇവിടുത്തെ സ്നേഹമുള്ള മനുഷ്യരും വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാൻ പ്രചോദനം നൽകുന്നു. കൃഷിയോഗ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമായ ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ തരിശായി കിടക്കുമ്പോൾ ഈ മലഞ്ചെരിവുകളൊക്കെ യന്ത്രസഹായമില്ലാതെ തന്നെ തട്ടുകളായി തിരിച്ച് നെൽക്കതിരുകൾ വിരിയിച്ച ഇവരുടെ പൂർവ്വ പിതാക്കന്മാരെ ബഹുമാനത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ വരുന്ന സന്ദർശകർക്ക് താമസിക്കാൻ ചെറുതും വലുതുമായി ഏതുതരം താമസ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വട്ടവടയിലെ യാത്രയിലുടനീളം ഹോം സ്റ്റേകളും കോട്ടേജുകളും ലോഡ്ജുകളുമൊക്കെ ധാരാളം കാണാം. അങ്ങനെ ഒരു ക്യാബേജ് തോട്ടത്തിലെത്തി. സ്ട്രോബെറി കൃഷി ഇവിടെ ധാരാളമുണ്ട്. വട്ടവടയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സ്ട്രോബെറി തോട്ടങ്ങളായിരിക്കും. നമ്മൾ പൂപ്പാറയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റൈഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ യാത്രയിൽ പല സ്ഥലത്ത് വെച്ചും നമ്മളെ സഹായിച്ച നിരവധി ആൾക്കാരുണ്ട്. അവരെയും എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളെയും ഒപ്പം നന്മ നിറഞ്ഞ ഈ ഗ്രാമത്തെയും എന്നും മനസ്സിൽ സൂക്ഷിക്കാം.